എന്തിനാ സാറേ ഞങ്ങളെങ്ങനെ പേടിപ്പിക്കുന്നത്? എടാ മക്കളെ, നിങ്ങളെ പേടിപ്പിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാടാ? നിങ്ങളെ പേടിപ്പിക്കുന്നതിനപ്പുറം നിങ്ങൾ ഫാക്റ്റ് മനസ്സിലാക്കണം. 10ാം ക്ലാസ്സിൽ മക്കളെ നിങ്ങൾ പഠിച്ച സിലബസിന്റെ ഏകദേശം 4 മടങ്ങ് വലുപ്പമുള്ള സിലബസ് ആണടാ +1 സയൻസിനകത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണേലും മാരത്തോൺ ലൈവ് പോരെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ. മക്കളെ 10ാം ക്ലാസ് പോലെയല്ല +1 എന്ന് പറയുന്നത്. ഒരു വലിയ സിലബസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. മാത്രമല്ല അവസാനം വെച്ച ഒരു പ്രിപ്പറേഷൻ കൊണ്ട് നമുക്ക് മുഴുവൻ മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നീറ്റ്, JEE പോലുള്ള എക്സാമിന് സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോർ വാങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. ഫിസിക്സ് ശരിക്കും കൊലകൊമ്പൻ തന്നെയാണോ? മക്കളെ, ഫിസിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ 14 എണ്ണം പറഞ്ഞ കൊലകൊമ്പൻ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ നിന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കൺസെപ്റ്റുകൾക്കപ്പുറം ഓരോ ചാപ്റ്റേഴ്സിലും വലിയ വലിയ കൂറ്റൻ ഡെറിവേഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ വലിയൊരു പട തന്നെ +1 സയൻസിനകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറം നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ, ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അവയെല്ലാം കൺസെപ്റ്റ് ഓറിയന്റഡ് ആയ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ആ ചോദ്യത്തിനെയൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ വലിയൊരു കൊമ്പനെ തന്നെ നമുക്ക് മെരുക്കിയെടുക്കേണ്ടതുണ്ട്. 10 സബ്ജക്ട് പഠിച്ച് ഞങ്ങൾക്ക് ഈ 6 സബ്ജക്ട് ഒക്കെ എന്ത്? അത് നല്ലൊരു ചോദ്യമാണ്. അവിടെ ഞങ്ങൾ 10 സബ്ജക്റ്റ് ആണ് സാറേ പഠിച്ചത്, ഇവിടെ വെറും 6 സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ. എങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഞാൻ മറുപടി തരാം. എടാ മക്കളെ, ഇവിടെ ഫിസിക്സ് എടുത്ത് നോക്കാം. ഫിസിക്സ് നിങ്ങൾ 8 ചാപ്റ്റർ ആണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. +1 നിങ്ങൾ പഠിക്കുന്നത് 14 ചാപ്റ്റർ ആണ്. അപ്പോൾ സാറേ 14 ചാപ്റ്റർ പഠിച്ചാൽ മതിയല്ലോ. എങ്കിലൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ കേട്ടോ, ഇവിടെ നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ 4 ചാപ്റ്റർ പഠിക്കുന്ന സമയമാണ്. അത്രയും വലുതാണ് ഇവിടുത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതായത് 14 ചാപ്റ്റർ × 4 56 ചാപ്റ്റർ. അവിടെ നിങ്ങൾ 8 ചാപ്റ്റർ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങളിവിടെ പഠിക്കുന്നത് 56 ചാപ്റ്റർ ആണ്. അത് തന്നെ മതിയല്ലോ മക്കളെ എക്സാമ്പിൾ ആയിട്ട്. +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്കെ ഇല്ലേ? എടാ മക്കളെ, +1 ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറഞ്ഞാൽ പേരിനൊരു എക്സാം അത്രേ ഉള്ളൂ. കാരണം സാധാരണഗതിയിൽ ഓഗസ്റ്റിൽ നടക്കേണ്ട ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങളുടെ വർഷം മുതൽ നടക്കാൻ പോകുന്നത് മാർച്ചിലെ +2 പബ്ലിക് എക്സാമിന്റെ കൂടെയാണ്. അപ്പൊ നിങ്ങൾ +2 പഠിക്കുമോ അതോ +1 പഠിക്കുമോ? സോ വലിയൊരു പൊല്ലാപ്പ് തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പിന്നെ പല കുട്ടികളുടെയും ഒരു സംശയത്തിന് കൂടി ഉത്തരം ഞാൻ പറയും. സാറേ +1 +2 ഒക്കെ ആരെയും തോക്കോ? എടാ മക്കളെ, ഇപ്പൊ റീസെന്റ് വന്ന പരീക്ഷയുടെ റിസൾട്ട് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. 82% വിദ്യാർത്ഥികൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അതായത് 100 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ 18 കുട്ടികൾ തോൽക്കാൻ സാധ്യതയുണ്ട്. സോ ഇത്രയും വലിയൊരു പരീക്ഷ നേരിടണമെങ്കിൽ നമ്മൾക്ക് വലിയൊരു കൂറ്റൻ തയ്യാറെടുപ്പ് തന്നെ വേണ്ടിവരും. ശരിക്കും മാത്സ് അല്ലേ പ്രശ്നക്കാരൻ? മക്കളെ 10ാം ക്ലാസ് നോക്കുകയാണെങ്കിൽ ഫിസിക്സും മാത്തമാറ്റിക്സിലും പാട് മാത്സ് തന്നെയാണ്. പക്ഷേ +1 വന്നാലോ ഫിസിക്സ് ആണ് അല്പം ബുദ്ധിമുട്ടാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഫിസിക്സിൽ മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. ഫിസിക്സിൽ ഓരോ ഡെറിവേഷൻ ചെയ്യാൻ മാത്തമാറ്റിക്കൽ ഫോർമുലയും കാൽക്കുലേഷൻ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ എന്നൊക്കെ പറയുന്ന മാത്തമാറ്റിക്സിലെ വലിയൊരു സംഭവം തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ശരിക്കും പണി പാളുവോ? പിന്നെ എന്തിനാണ് മക്കളെ ഞങ്ങളുള്ളത്? ഇതിനുള്ള സൊല്യൂഷനുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.